Money, 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 money. How to make money on the internet. You can make money online right now. Make money online. Lines വെച്ച് ഒരു മണിക്കൂർ കൊണ്ട് 2000 രൂപ. ഓൺലൈനിലൂടെ എങ്ങനെ കാശ് സമ്പാദിക്കും? നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഓൺലൈനായിട്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന്. നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഹൗ ടു മേക്ക് മണി ഓൺലൈൻ. ഓൺലൈനിലൂടെ പണം ഉണ്ടാക്കാനുള്ള പല വഴികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. SEO, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ സർവീസ്, ഫ്രീലാൻസിംഗ്, പ്രിന്റ് ഓൺ ഡിമാൻഡ്, ഡ്രോപ്പ് ഷിപ്പിംഗ് പോലുള്ള ഇ-കൊമേഴ്സ്, സ്റ്റോക്ക് ട്രേഡിംഗ്. കുറെ ആഡ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെ ഓൺലൈനിലൂടെ പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള അഡ്വർടൈസ്മെന്റ്സ്. ഈ ഗെറ്റ് റിച്ച് ക്വിക്ക് ഓൺലൈൻ ഗുരുസ് പറയുന്ന പലതും നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുമുണ്ടാകാം. പക്ഷെ ഒന്നും ഈസി ആയിട്ട് നടക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ കുറച്ച് ക്യാഷ് പോവുക അല്ലാതെ പ്രോഫിറ്റായി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യും? കൂടുതൽ പഠിക്കും, വീണ്ടും ഈ ഗുരുസ് പറയുന്നത് തന്നെ കേൾക്കും, വീണ്ടും നിങ്ങൾ പലതും ചെയ്തു നോക്കും, വീണ്ടും ഫെയിലാകും, വീണ്ടും പഠിക്കും, വീണ്ടും ചെയ്തു നോക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്യുന്നതിന്റെ എന്തോ കുഴപ്പമാണ് എന്ന്, നിങ്ങൾ കറക്റ്റ് ആയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും നടക്കത്തില്ല എന്ന് കണ്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള പലരെയും, യങ് മില്യനേഴ്സ്, യങ് ഓണ്ടർപ്രണേഴ്സ്, യങ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അവർക്ക് എല്ലാം സാധിക്കുന്നു. എന്ത് സീക്രട്ട് സ്ട്രാറ്റജിയാണ് അവരെല്ലാം യൂസ് ചെയ്യുന്നത്? അവർ പുതിയ വണ്ടി മേടിക്കുന്നു, പുതിയ വീട് മേടിക്കുന്നു, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് മേടിക്കുന്നു, എക്സ്പെൻസീവ് ലൈഫ് സ്റ്റൈൽ. ഇതെല്ലാം എങ്ങനെ? നിങ്ങൾക്ക് മാത്രം ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താണ് തെറ്റായിട്ട് ചെയ്യുന്നത്? ഓൺലൈനായി പണം ഉണ്ടാക്കണോ? യെസ് എങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നോ എങ്കിൽ ഈ വീഡിയോ നിർത്താം. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താലും അതുകൊണ്ട് പണം ഉണ്ടാക്കാനായി സാധിക്കില്ല. വളരെ കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആയി തോന്നുന്നുണ്ട് അല്ലെ? എന്നാൽ അതെ, പണം ഉണ്ടാക്കാൻ നിങ്ങൾ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആരുടെ പ്രോബ്ലം? മാർക്കറ്റിന്റെ പ്രോബ്ലം. മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെയാണ്, കൺസ്യൂമേഴ്സ് ആണ്, ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ്, ഈ സൊല്യൂഷൻ വേണ്ടവരാണ്. പണം എന്ന് പറയുന്നത് ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. നമ്മൾ മാർക്കറ്റിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അത് ഒരു വാല്യൂ ആണ്. നിങ്ങൾ ഈ വാല്യൂ മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോഴാണ് പണം എന്നുള്ളത് ഒരു ബൈ പ്രൊഡക്റ്റ് ആയി തിരിച്ചു വരുന്നത്. നിങ്ങളുടെ സൊല്യൂഷൻ എത്ര വാല്യുബിൾ ആണെന്നും തീരുമാനിക്കുന്നത് ഈ സെയിം മാർക്കറ്റ് തന്നെയാണ്. നിങ്ങളുടെ സൊല്യൂഷൻ ഒരു $1 മില്യൺ സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മില്യണയർ ആകാൻ പറ്റും. ഒരു $1 ബില്യൺ സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബില്യണയർ ആകാൻ പറ്റും. Right, when we started the business, what we were trying to get after was the cost of trading. കാമത്ത് ബ്രദേഴ്സ് ഒരു $1 ബില്യൺ സൊല്യൂഷനായ സെറോദ കൊണ്ടുവന്നപ്പോഴാണ് അവർ ബില്യണേഴ്സ് ആയത്. ഗൂഗിൾ കൊണ്ടുവന്ന $1 ബില്യൺ സൊല്യൂഷൻ എന്തായിരുന്നു? ഇന്റർനെറ്റിൽ എന്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും ഉള്ള ഒരു ടൂൾ. ഇന്റർനെറ്റിലെ ഇൻഫർമേഷൻ യൂസേഴ്സിന് വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു ടൂൾ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഫൗണ്ടേഴ്സ് ബില്യണേഴ്സ് ആയത്. നിങ്ങളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണ് എന്നും കണ്ടുപിടിച്ചു. പക്ഷെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് കാര്യം, അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലാണ് കാര്യം. ഐഡിയാസ് ആർ വർത്ത് നത്തിങ് അൺലെസ് എക്സിക്യൂട്ടഡ്. ഇത് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുള്ളതാണ്. An iPod, a phone. Are you getting it? And we are calling it iPhone. ഐഡിയാസ് ആർക്കും ഉണ്ടാകാം. ഒരു മനുഷ്യന്റെ മനസ്സിൽ അവരുടെ ലൈഫ് ടൈമിൽ hundreds or thousands of ഐഡിയാസ് ഉണ്ടാവും. ബട്ട് അതിൽ 1% കുറവ് ആൾക്കാർ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അതിലും കുറവ് ആൾക്കാർ മാത്രമാണ് നന്നായി എക്സിക്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാനായി തീരുമാനിച്ചു. അത് നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ എന്ത് അൺഫെയർ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്കുള്ളത് എന്ന് ആലോചിക്കണം. ആ സൊല്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാട്ടിലും എന്ത് സ്കില്ലാണ്, എന്ത് നോളജാണ് കൂടുതലുള്ളത് എന്ന് ആലോചിക്കണം. നിങ്ങൾ കണ്ടുപിടിച്ച സൊല്യൂഷൻ ഏത് ഇൻഡസ്ട്രിയിലാണോ ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾ തന്നെ ആ പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഐഡിയ നടപ്പിലാക്കാൻ, അതൊരു റിയാലിറ്റി ആക്കാൻ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്കിൽസ് ആൻഡ് നോളജ് ഉണ്ടോ? ഇതിനാണ് എഡ്ജ് ഓർ അൺഫെയർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഫിലിം ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് സ്വന്തമായി ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള എഡ്ജ് ഉള്ളത്. ഒരു ഗ്രാഫിക് ഡിസൈനറിനാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിയുക. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എഡ്ജ് ഉള്ളത്. മലയാളത്തിൽ തന്നെ ഡിജിറ്റൽ മീഡിയ ബിസിനസ് ആദ്യമായി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത് കരിക്കാണ്. കേരളത്തിൽ ഒരു
പ്രോപ്പർ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ മീഡിയ ചാനൽ ഞാൻ കണ്ടിട്ടില്ല. കരിക്കിന്റെ ഫൗണ്ടറായ നിഖിൽ പ്രസാദിന് 10 ഇയേഴ്സിന്റെ പാസ്റ്റ് ട്രഡീഷണൽ മീഡിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മീഡിയയിലേക്ക് ഇറങ്ങി അത് വളരെ നന്നായി എക്സിക്യൂട്ട് ചെയ്യാനുള്ള എഡ്ജ് നിഖിൽ പ്രസാദിനുണ്ടായിരുന്നു. എഡ്ജ് ഇല്ലാതെ ഒരിക്കലും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല എന്നല്ല, ബട്ട് എഡ്ജ് ഉള്ളത് എപ്പോഴും നമ്മുടെ സക്സസിലേക്ക് എത്താനുള്ള ടൈം കുറയ്ക്കും. നിങ്ങൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആപ്പ് പേഴ്സണും നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. വാട്ട്സ് നെക്സ്റ്റ്? ഈ കഥയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. നിങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 3 ബ്രോഡ് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫ്രീലാൻസിങ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ബേസ്ഡ് ഓൺ യുവർ ടൈം. നിങ്ങൾ ഒരു സ്പെസിഫിക് കാര്യത്തിൽ സ്കിൽഡ് ആണെങ്കിൽ ആ സ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ സർവീസ് ഫ്രീലാൻസ് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഫൈവർ, അപ്വർക്ക് പോലുള്ള വെബ്സൈറ്റിലൂടെ ക്ലയൻസിന്റെ വർക്ക്സ് എടുക്കാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ഉള്ള റെന്യൂമറേഷനും നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾ കോഡിങ്ങിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയി വർക്ക് എടുക്കാം. നിങ്ങൾക്ക് കിടിലമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്ലയൻസിനെ എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജ് ചെയ്യാം. അതിനുള്ള റെന്യൂമറേഷനും എടുക്കാം. നിങ്ങൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള പണം ലഭിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഉണ്ടാക്കുന്ന പണം എപ്പോഴും നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സമയം അനുസരിച്ചിരിക്കും. ഇൻകം എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാനും എക്സ്പോണൻഷ്യലി സ്കെയിൽ ചെയ്യാനുമായി സാധിക്കില്ല. 24 മണിക്കൂർ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അവിടെയാണ് അടുത്ത 2 മെത്തേഡ്സും വരുന്നത്. ഇത് രണ്ടും എക്സ്പോണൻഷ്യലി സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. അറ്റൻഷൻ. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന് ഓൺലൈൻ അറ്റൻഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ, നിങ്ങളുടെ ഓൺലൈൻ ബ്ലോഗിൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കണ്ടന്റിന് അറ്റൻഷൻ അല്ലെങ്കിൽ ഐബോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ അറ്റൻഷൻ ഉണ്ടാക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസിലൂടെ വാല്യൂ ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ അറ്റൻഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. നിങ്ങളുടെ കണ്ടന്റ് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിന്, അതായത് വിസിറ്റ് ചെയ്യുന്നവർക്ക് വാല്യുബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഷൻ ബിൽഡ് ചെയ്യാനായി പറ്റുകയുള്ളൂ. ഇത് ഹൈലി സ്കെയിലബിൾ ആണ്. കാരണം നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ബ്ലോഗിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സമയം എത്ര പേർക്ക് വേണമെങ്കിലും വരാനായിട്ട് പറ്റും. നിങ്ങളുടെ കണ്ടന്റ് കൺസ്യൂം ചെയ്യാനും പറ്റും. അറ്റൻഷൻ മോണിറ്റൈസ് ചെയ്യാൻ പല രീതികളിലൂടെയും സാധിക്കും. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ വരുന്ന അഡ്വർടൈസ്മെന്റ്സ് വഴി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ബ്രാൻഡ് ഡീൽസ് വഴി പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല പല വഴികളുമുണ്ട്. എഗെയിൻ, നിങ്ങളുടെ വെബ്സൈറ്റിന് നല്ല ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രാൻഡ്സിന്റെ സ്പോൺസർഷിപ്പ് കണ്ടന്റ് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിളിന്റെ തന്നെ ആഡ്സ് അതിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ പല പല വഴികളിലൂടെയും നിങ്ങൾക്ക് ആ അറ്റൻഷൻ മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. തിയറിറ്റിക്കലി ഇത് എല്ലാം ഹൈലി സ്കെയിലബിൾ ആണ്. പക്ഷെ പ്രാക്ടിക്കലി ഒരിക്കലും ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അറ്റൻഷൻ ബിൽഡ് ചെയ്യാനായിട്ട് വളരെ അധികം ടൈം എടുക്കും. ട്രെമൻഡസ് ആയിട്ടുള്ള എഫേർട്ട് എടുക്കും. ഒത്തിരി അധികം വാല്യൂ നിങ്ങൾ കുറെ നാളുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ കുറെ നാളുകൾ നിങ്ങൾ കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്താലും അറ്റൻഷൻ ഒന്നും കിട്ടാതെ പോലെ തോന്നും. എന്നിട്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെമൻഡസ് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ ഇതെല്ലാം തരണം ചെയ്ത് അറ്റൻഷൻ ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇൻകം എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാനും സാധിക്കും. ഡെലിവറിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓൺലൈൻ. ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പ്രൊഡക്ട്സോ സർവീസസ് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്കും എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്ന ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ഇൻകവും എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നമ്മൾ ജനറലി ഇതിന് സ്റ്റാർട്ടപ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സൊല്യൂഷൻ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റിന്റെ രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ഓൺലൈനായി മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള സ്കിൽസ് ആൻഡ് നോളജ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിന് വാല്യുബിൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ സൊല്യൂഷൻ ഒരു കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. ബിക്കോസ് ഇറ്റ്സ് ഹൈലി സ്കെയിലബിൾ. കാരണം നിങ്ങൾ ഒരു വെബ്സൈറ്റ് തുടങ്ങി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അറ്റ് എ ടൈം എത്ര പേർക്ക് വേണമെങ്കിലും ആ സർവീസസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലോ ഇൻക്രിമെന്റൽ കോസ്റ്റ് കൊണ്ട് കൂടുതൽ എത്ര യൂസേഴ്സിന് വേണമെങ്കിലും സെർവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റിയും വളരെ കൂടുതലാണ്. എഗെയിൻ, ഇൻ തിയറി വളരെ നല്ലതാണ്, ബട്ട് ഒട്ടും ഈസി അല്ല. നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം.
അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സൊല്യൂഷൻ മാർക്കറ്റിന് അല്ലെങ്കിൽ കൺസ്യൂമറിന് വാല്യുബിൾ ആയി തോന്നണം. അവർ അതിനു വേണ്ടി പണം മുടക്കാൻ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ റവന്യൂ മോഡൽ എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ ബിസിനസിന്റെ യൂണിറ്റ് എക്കണോമിക്സ് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒത്തിരി അധികം സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ക്യാപിറ്റലിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ എടുക്കേണ്ടി വരുമായിരിക്കും. രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ സൊല്യൂഷൻ, നിങ്ങൾ മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ എത്ര വലുതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് അത്രയും പണം ഉണ്ടാക്കാനും പറ്റും. നിങ്ങളുടെ സൊല്യൂഷൻ ഒരു $1 million സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മില്യണയർ ആകാൻ പറ്റും. നിങ്ങളുടെ സൊല്യൂഷൻ ഒരു $1 billion സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബില്യണയർ ആകാനും പറ്റും. ഇന്റർനെറ്റ് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്താലും പണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂവിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് പണം. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം കണ്ടെത്തണം. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡ്ജ് അല്ലെങ്കിൽ അൺഫെയർ അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് എങ്ങനെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും എന്ന് കണ്ടെത്തി എക്സിക്യൂട്ട് ചെയ്യണം. ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും മാർക്കറ്റിലേക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും വാല്യൂ തിരിച്ചു കിട്ടും പണത്തിന്റെ രൂപത്തിൽ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസിന് വേണ്ടി ബാങ്കുകളിൽ പോകരുത് എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫൈനാൻഷ്യലി ഫ്രീ.